അനുവാണോ ഈ അടൂർ പ്രകാശിന്റെ പ്രതികരണം എടുക്കാൻ പോയത്? അനു, മീരയാണ് നമ്മുടെ റിപ്പോർട്ടർ മീരയാണ് അടൂർ പ്രകാശിന്റെ പ്രതികരണം എടുക്കാൻ വേണ്ടി പോയിട്ടുള്ളത്. നമുക്കറിയാം ഈ അടൂർ പ്രകാശിന്റെ നിലപാട് എന്താണ് ശരിക്കും? ഒരു ഷാർപ്പായി അദ്ദേഹം കാര്യങ്ങൾ പറയുന്നില്ല അല്ലേ? അത് അങ്ങനെ തന്നെ വേണ്ടേ മനസ്സിലാക്കാൻ? നമുക്കത് കാണുമ്പോൾ, ആ പ്രതികരണം കാണുമ്പോൾ ഷാർപ്പായി ഒന്നും പറയുന്നില്ല. വളരെ ഒരു അഴകുഴമ്പൻ നിലപാടാണ് അദ്ദേഹം മാധ്യമങ്ങൾക്ക് മുന്നിൽ ഇപ്പോൾ പറയുന്നത്. ലക്ഷ്മി, രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന തൃശങ്കൂൽപ്പെട്ട് കിടക്കുകയാണ് കോൺഗ്രസ്. ഇത് ഒരു തരത്തിൽ ഈ അഴിക്കും തോറും വീണ്ടും മുറുകുന്ന ഒരു കുരുക്കായിട്ട് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഇഷ്യൂ മാറിയിരിക്കുന്നു. അവിടെ അതുകൊണ്ടാണ് നമുക്ക് നോക്കും, ഇന്നലെ വരെയുള്ള പ്രതികരണങ്ങളല്ല ഇന്ന് കോൺഗ്രസ് നേതാക്കളുടെയും പ്രതികരണങ്ങളായി വരുന്നത്. അതിപ്പോൾ കെ മുരളീധരൻ ആയിക്കോട്ടെ, ഇപ്പോൾ ഉമാ തോമസ് ആയിക്കോട്ടെ, ഇപ്പോൾ ഏറ്റവും കൂടുതൽ അടൂർ പ്രകാശ് ആയിക്കഴിഞ്ഞാലും ഇത് അവർ വളരെ തന്ത്രപരമായ ഒരു നിലയിലേക്ക് അല്ലെങ്കിൽ ഒരു കൂടിയാലോചനയിലേക്കും മറുപടികളിലേക്കും അവർ മാറുന്നു. കാരണം അങ്ങേയറ്റത്തെ ഗുരുതരമായ ഒരു പ്രതിസന്ധിയിലേക്ക് കോൺഗ്രസ് നീങ്ങുന്നുണ്ട്. അവിടെ നമുക്ക് മനസ്സിലാക്കും, രാഷ്ട്രീയ വിദ്യാർത്ഥി എന്ന രീതിയിൽ മനസ്സിലാക്കുമ്പോൾ ഒരു തരത്തിൽ കുറച്ച് ബുദ്ധിപരമായ ഒരു തീരുമാനമാണ് തൽക്കാലം രാഹുലിനെ സസ്പെൻഡ് ചെയ്ത് ഈ പ്രശ്നത്തെ ഒന്ന് പരിഹരിക്കാൻ വേണ്ടിയിട്ടുള്ള കോൺഗ്രസിന്റെ തീരുമാനം. അങ്ങനെ അല്ല എങ്കിൽ അവിടെ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് വരും. ഉപതെരഞ്ഞെടുപ്പ് വരുമ്പോൾ അവിടെ BJPക്ക് വലിയ വേരോട്ടമുള്ള ഒരു മണ്ഡലം. മാത്രമല്ല അടുത്തിടയ്ക്ക് 2 ഉപതെരഞ്ഞെടുപ്പ് അവിടെ ഉണ്ടാക്കാൻ ഇടയായത് അത് കോൺഗ്രസ് കൊണ്ടാണ്. കാരണം അവിടുത്തെ MLA ആയിരുന്ന ഷാഫി പറമ്പലിനെ വടകര പാർലമെന്റ് മണ്ഡലത്തിലേക്ക് കൊണ്ടുപോയത് കൊണ്ടാണ് അവിടെ ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടായത്. അവരുടെ MLA രണ്ടാമത് വന്ന രാഹുൽ മാങ്കൂട്ടം ഒരു ലൈംഗിക പീഡന കേസും അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട പരാതിയുടെ പുറത്താണ് വീണ്ടും ഒരു ഉപതെരഞ്ഞെടുപ്പ് വരുന്നത്. അവിടെ കോൺഗ്രസിന് മുഖം നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. അതുകൊണ്ടാണ് തൽക്കാലം സംഘടനാപരമായ നടപടികൾ ആദ്യം യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്ത് നിന്നും മാറ്റുന്നു. ഇപ്പോൾ സസ്പെൻഷൻ ഉണ്ടാകാൻ വേണ്ടി പോകുന്നു. മാത്രമല്ല പാർലമെന്റ് പാർട്ടിയിൽ നിന്നും പാർട്ടിയുടെ മറ്റ് സംവിധാനങ്ങളിൽ നിന്നുമൊക്കെ മാറ്റി നിർത്തി രാഹുലിനെ മാറ്റി നിർത്തുന്ന ഒരു അടവ്, അതായത് പൊതുസമൂഹത്തിന് മുന്നിൽ ഇയാൾ ഞങ്ങളോടൊപ്പം ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് മാറ്റി നിർത്തുന്നു. അതേസമയം BJPക്കോ അല്ലെങ്കിൽ അവിടെ ഒരു ഉപതെരഞ്ഞെടുപ്പിലേക്കോ കടക്കാതിരിക്കാൻ വേണ്ടി സ്വന്തം നിലയിൽ രാഹുൽ MLA തുടരും. ഞാൻ മനസ്സിലാക്കുന്നത് ഇനി വരുന്ന സഭാ സമ്മേളനങ്ങൾ ഒരിക്കൽ പോലും രാഹുൽ ഇനി നിയമസഭയുടെ അകത്തേക്ക് വരില്ല എന്ന് തന്നെയാണ്. കാരണം അവിടെ വന്നാൽ ഈ ഭരണപക്ഷത്തിന് അവർക്കെതിരായിട്ടുള്ള എല്ലാ അതിക്രമങ്ങളെയും രാഹുൽ എന്ന ഒറ്റ പേര് വെച്ച് പ്രതിരോധിക്കാൻ കഴിയും. അതുകൊണ്ട് രാഹുൽ ഒരു തരത്തിലും നിയമസഭയിലേക്ക് എത്തില്ല. നിയമസഭയിൽ വരാതെ പൊതുപരിപാടികളിൽ പങ്കെടുക്കാതെ കോൺഗ്രസിന്റെ പരിപാടികളിൽ പങ്കെടുക്കാതെ പേരിലൊരു MLA ആയി രാഹുലിനെ മാറ്റി നിർത്തിക്കൊണ്ട് ഈ വിഷയത്തെ ഇതുവരെയുള്ള ഒരു സാഹചര്യങ്ങൾ പരിശോധിച്ചാൽ MLA സ്ഥാനം രാജിവെക്കണമെന്ന് നേതാക്കന്മാർ ആവശ്യപ്പെടുകയാണ്. എല്ലാവരും കൂട്ടായി തന്നെ അങ്ങനെ ഒരു വികാരത്തിലേക്ക് എത്തിയിട്ടും രാഹുൽ മാങ്കൂട്ടത്തിൽ MLA സ്ഥാനം രാജിവെച്ചിട്ടില്ല. അപ്പോൾ നിയമസഭയിലേക്ക് വരരുത് എന്ന് നേതാക്കന്മാർ പറഞ്ഞാൽ വരാതിരിക്കുമോ രാഹുൽ മാങ്കൂട്ടത്തിൽ? ആ അനുസരണയൊക്കെ ഇപ്പോഴും ഉണ്ടോ എന്ന് വേണം നമ്മൾ മനസ്സിലാക്കേണ്ടത്. ലക്ഷ്മി, അനുസരണ എന്നതിനപ്പുറത്തേക്ക് രാഹുൽ അദ്ദേഹത്തിന്റെ അടൂരിലെ വീട്ടിൽ പോയിട്ട് 5 ദിവസം കഴിഞ്ഞ് അദ്ദേഹം പുറത്തിറങ്ങിയിട്ടില്ല. എന്തുകൊണ്ടാണ് പുറത്തിറങ്ങാത്തത്? പുറത്തിറങ്ങിയാൽ വലിയ രീതിയിലുള്ള പ്രക്ഷോഭം ഉണ്ടാകും. അദ്ദേഹം എന്തുകൊണ്ടാണ് പാലക്കാടേക്ക് അദ്ദേഹത്തിന്റെ മണ്ഡലത്തിലേക്ക് പോയി തന്റെ നിരപരാധിത്വം എന്ന് അദ്ദേഹം പറയുന്ന കാര്യം പറയാൻ തയ്യാറാത്തത്? അവിടെ ഇറങ്ങിയാൽ പ്രക്ഷോഭം ഉണ്ടാകും. അങ്ങനെയുള്ള രാഹുൽ മാങ്കൂട്ടത്തിൽ കേരളത്തിലെ നിയമസഭയിലേക്ക് എത്തുമോ എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യമാണ്. അവിടെ രാഹുലിനെ നേതാക്കൾ അനുസരിക്കുമോ എന്നുള്ളത് രാഹുൽ ഭയക്കുന്നുണ്ട്. കേരളത്തിലെ അതിനിശ്ചിതമായ വിമർശനവും പ്രക്ഷോഭവും എന്നുള്ളതാണ് ഞാൻ വ്യക്തിപരമായി മനസ്സിലാക്കുന്നത്. ഏതായിരുന്നാലും രാഹുലിനെ സംബന്ധിച്ച് രാഹുൽ വിഷയമാണ് ഇപ്പോൾ കോൺഗ്രസിനെ അലട്ടുന്നത്. ആ വിഷയത്തെ ഒരു തരത്തിൽ രാഷ്ട്രീയമായി വളരെ ആലോചിച്ചുള്ള ഒരു തീരുമാനമായി കോൺഗ്രസിന്റെ ഈ തീരുമാനത്തെ നമ്മൾ വിലയിരുത്തണം. കാരണം രാഹുലിനെ പുറമേക്ക് തള്ളിക്കളഞ്ഞുകൊണ്ട് അതേസമയം രാഹുൽ രാജിവെക്കേണ്ടതില്ല എന്ന് പറഞ്ഞ് ഒരു മുൻധാരണയുടെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തിന് എല്ലാ പരിപാടികളിൽ നിന്നും ഒഴിവാക്കി രാഹുൽ എന്നയാളെ ഞങ്ങൾ ഒഴിവാക്കി എന്ന ഒരു പ്രതിരോധം സൃഷ്ടിച്ചുകൊണ്ട് ഈ വിഷയത്തെ താൽക്കാലികമായിട്ടെങ്കിലും പരിഹരിക്കാനാണ് കോൺഗ്രസിന്റെ തീരുമാനം. ഇതിന് പിന്നിൽ ഇപ്പോൾ ലീഗ് അടക്കമുള്ള പാർട്ടികളുടെ സമ്മർദ്ദം സ്വാഭാവികമായും ഉണ്ട്. കാരണം വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഈ വിഷയം ഏറ്റവും വലിയ വിഷയമായി ഈ പ്രതിപക്ഷത്തെ അല്ലെങ്കിൽ UDF വേട്ടയാടും. പക്ഷേ ഇവിടെ മറ്റൊരു
വശം കൂടിയുണ്ട്. അതായിരിക്കും ഒരു വിഭാഗം കോൺഗ്രസ് നേതാക്കളുടെ ഒരു കൺസേൺ. കാരണം രാജിവെക്കാത്ത രാഹുൽ ഉള്ളിടത്തോളം കാലം CPIM-ന് ഇടതു മുന്നണിക്ക് UDF-നെ ഏത് നിമിഷവും കടന്നാക്രമിക്കാനുള്ള ഒരു വിഷയമായി രാഹുലിന്റെ ഈ അങ്ങേയറ്റം നാണക്കേടുണ്ടാക്കുന്ന ഈ വിഷയം പുറത്തുണ്ടാകും. അതുകൊണ്ട് ഈ ഒരു നയത്തെ അല്ലെങ്കിൽ ഈ ഒരു തീരുമാനത്തെ എതിർക്കുന്ന കോൺഗ്രസിലെയും UDF-ലെയും നേതാക്കൾ പറയുക രാജിവെക്കണം എന്ന് തന്നെയായിരിക്കും. പക്ഷേ രാജിയാകാത്ത രാഹുൽ കോൺഗ്രസിന് മുന്നിൽ ഒരു കീറാമുട്ടി തന്നെ ആയിരിക്കും എന്ന കാര്യത്തിൽ സംശയം വേണ്ട. താൻ കോൺഗ്രസ് പാർട്ടിയെ പ്രശ്നങ്ങളിൽ പെട്ടപ്പോഴെല്ലാം പ്രതിരോധിച്ചു, എന്നാൽ തനിക്ക് ഇപ്പോൾ പ്രതിരോധം കിട്ടുന്നില്ല എന്ന മട്ടിലുള്ള ഒരു വിലാപമാണ് ഏതായാലും രാഹുൽ മാങ്കൂട്ടത്തിൽ കഴിഞ്ഞ ദിവസം നേതാക്കന്മാർക്ക് മുന്നിൽ വച്ചത്. അതിന് അവർ കുറച്ചെങ്കിലും വഴങ്ങിക്കൊടുത്തു എന്ന് വേണം മനസ്സിലാക്കാൻ. അതുകൊണ്ടാണ് MLA സ്ഥാനത്ത് ഇപ്പോഴും രാഹുൽ മാങ്കൂട്ടത്തിൽ തുടരുന്നത്. അത് തെരഞ്ഞെടുപ്പ് പേടി കൊണ്ടാണോ, ഉപതെരഞ്ഞെടുപ്പ് വരുമോ എന്ന കാര്യത്തിൽ നിശ്ചയമല്ല. ഏതായാലും BJP അടക്കമുള്ള കക്ഷികൾ കഴിഞ്ഞ ദിവസം തന്നെ തിരഞ്ഞെടുപ്പ് എന്ന നിലപാടിലേക്ക് പോകില്ല എന്ന കാര്യം വ്യക്തമാക്കിയതാണ്. അപ്പോൾ ഈ ഉപതെരഞ്ഞെടുപ്പ് പേടി തന്നെയാണോ ഇതിൽ ഇപ്പോഴും രാഹുൽ മാങ്കൂട്ടത്തിൽ MLA സ്ഥാനത്ത് തുടരാൻ കാരണം എന്ന് ചോദിച്ചാൽ അങ്ങനെ മാത്രമാണ് എന്ന് പറയാൻ കഴിയില്ല.